പുതിയ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഇമേജ് കംപ്രഷൻ സ്കീമിനകത്ത് ഉള്ളൊരു ലോസ്ലെസ് കംപ്രഷൻ മെത്തേഡാണ് അരിത്മെറ്റിക് കോഡിംഗ് എന്ന് പറയുന്ന ഒരു കംപ്രഷൻ സ്കീം. നമ്മൾ ആൾറെഡി ഹഫ്മാൻ കോഡിംഗ് എന്താന്നുള്ളത് കഴിഞ്ഞ വീഡിയോ സെഷനിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഹഫ്മാൻ കോഡിങ്ങിനകത്ത് അതിനൊരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹഫ്മാൻ കോഡിങ്ങിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എൻട്രോപ്പി ഡിവൈഡഡ് ബൈ ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പൊ സപ്പോസ് ഒരു എൻട്രോപ്പി വാല്യൂ കുറഞ്ഞ ഒരു സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഹഫ്മാൻ കോഡിങ്ങിന്റെ എഫിഷ്യൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് പോകുന്നതായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർകം ചെയ്യാനായിട്ടാണ് അരിത്മെറ്റിക് കോഡിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ കൊണ്ടുവരുന്നത്. അപ്പൊ അരിത്മെറ്റിക് കോഡിങ്ങിനകത്ത് ചെയ്യുന്നത് 0 to 1 ഇന്റർവെല്ലിനെ നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് സോഴ്സ് സിമ്പിൾസിന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക 0 to 1 എന്ന് പറയുന്ന ഹോൾ ഇന്റർവെല്ലിന്. ഇനി ഇവിടെ നമ്മൾ ഹഫ്മാൻ കോഡിങ്ങിൽ ചെയ്തതുപോലെ ഓരോ സോഴ്സ് സിമ്പിളിനും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ കോഡ് വേർഡ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യത്തില്ല. പകരം നമ്മളൊരു ബ്ലോക്ക് ഓഫ് ഡേറ്റയിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത് ഈ അരിത്മെറ്റിക് കോഡിങ്ങിനകത്ത്. അപ്പൊ ആ അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്യാരക്ടറിന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ അരിത്മെറ്റിക് കോഡിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അരിത്മെറ്റിക് കോഡിങ് ഉപയോഗിച്ചിട്ട് ഒരു മെസ്സേജ് നമുക്ക് അല്ലെങ്കിൽ കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ബിറ്റ്സ്, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചായിരിക്കും എൻകോഡഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ എൻകോഡഡ് ഔട്ട്പുട്ടിനെ നമ്മളിവിടെ ടാഗ് വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ടാഗ് വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് അരിത്മെറ്റിക് കോഡിങ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് 4 സിമ്പിൾസ് ഉണ്ട്. ABCD എന്ന് പറഞ്ഞ 4 സിമ്പിൾസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ 4 സിമ്പിൾസിന്റെയും പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം ചെയ്യേണ്ടുന്നത് ഓരോ സിമ്പിളിന്റെയും സബ് റേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. എന്റെ പ്രോബബിലിറ്റി 0.4 ആണ്. അപ്പൊ എന്റെ സബ് റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 0.4 വരെയാണ് അസ്യൂം ചെയ്യും. നെക്സ്റ്റ് ബിന്റെ പ്രോബബിലിറ്റി 0.2 ആണ്. അത് എന്റെ ഹയർ റേഞ്ച് 0.4 ആയിരുന്നത് കൊണ്ട് 0.4 മുതൽ 0.4 0.2 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 0.6 വരെ വരും. സിന്റെ ലോവർ റേഞ്ച് എന്ന് പറയുന്നത് ഈ 0.6 മുതൽ ഈ 3 പ്രോബബിലിറ്റി കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 0.7 വരെ വരും. ഡിന്റെ സബ് റേഞ്ച് എന്ന് പറയുന്നത് 0.7 മുതൽ ഈ 4 പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് വരും. ഓരോ സിമ്പിളിന്റെയും കറസ്പോണ്ടിങ് സബ് റേഞ്ചസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് എൻകോഡിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ 4 സിമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻകോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഡാഡ് എന്ന് പറയുന്ന വേർഡിനെ വേണം എനിക്ക് അരിത്മെറ്റിക് കോഡിങ് യൂസ് ചെയ്തിട്ട് എൻകോഡ് ചെയ്യാനായിട്ട്. അപ്പൊ എൻകോഡിങ്ങിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 0 to 1 എന്ന് പറയുന്ന ഇന്റർവെൽ നമ്മൾ എടുക്കുന്നു. ആ 0 to 1 എന്ന് പറയുന്ന ഇന്റർവെലിനെ ഈ സബ് റേഞ്ച് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 0 to 0.4, then 0.6, then 0.7. 0 to 0.4 വരെ A, then 0.4 മുതൽ 0.6 വരെ B, 0.6 മുതൽ 0.7 വരെ C, 0.7 മുതൽ 1 വരെ D. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 0 to 1 എന്ന് പറയുന്ന ഇന്റർവെലിനെ ആ സിമ്പിൾസിന്റെ സബ് റേഞ്ച് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യണമെന്നത് നമുക്ക് എൻകോഡ് ചെയ്യാനുള്ള വേർഡ് എടുക്കുക. അപ്പൊ ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കുക. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് D ആണ്. എൻകോഡ് ചെയ്യേണ്ടുന്ന വേർഡ് ഡാഡ് ആണ്. ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു 0 to 1 എന്ന് പറയുന്ന ഇന്റർവെല്ലില് ABCD ഫസ്റ്റ് ലെറ്റർ D ആയതുകൊണ്ട് തന്നെ
ഈ ഡിനെ ഹൈലൈറ്റ് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് ഇന്റർവെൽ എന്ന് പറയുന്നത് ആ ഡിന്റെ ഇന്റർവെൽ ആയിട്ട് ചൂസ് ചെയ്യുക. അതായത് ഡി വേരി ചെയ്യുന്നത് 0.7 to 1 ആണ്. അപ്പൊ അതിനെ നമ്മുടെ പുതിയ ഇന്റർവെൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ആ പുതിയ ഇന്റർവെൽ നമ്മൾ ആദ്യം എടുത്തത് 0 to 1 എന്ന് പറയുന്ന ഇന്റർവെൽ ആണ്. അത് വെച്ച് നമ്മൾ സബ് റേഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്തു. എൻകോഡ് ചെയ്യാനുള്ള വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എടുത്തു. അപ്പൊ ആ ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് പുതിയ ഇന്റർവെൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഈ 4 സിമ്പിൾസിന്റെയും പുതിയ സബ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0.7 മുതൽ 1 വരെയുള്ള റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവെൽ വെച്ചിട്ട് 4 സിമ്പിളിന്റെയും പുതിയ സബ് റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ന്യൂ ലോ വാല്യൂ, ഓരോ സിമ്പിളിന്റെയും ന്യൂ ലോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പുതിയ റേഞ്ചിലെ ലോ വാല്യൂ പ്ലസ് റേഞ്ച് ഇൻറ്റു low range of sim, and new high value equal to low plus range into high range of symbol. അപ്പോൾ ഇതാണ് സിമ്പിൾസിന്റെ പുതിയ ലോ വാല്യൂ ഹൈ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു 0.7 to 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ എ എന്ന് പറയുന്ന സിമ്പിളിന്റെ പുതിയ ലോ വാല്യൂ ഹൈ വാല്യൂ കണ്ടുപിടിക്കുക. അതിന് മുന്നേ ഇവിടുത്തെ ലോ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഇന്റർവെല് 0.7 മുതൽ 1 വരെ ഉള്ളതാണ്. അപ്പൊ അതിൽ 0.7 എന്ന് പറയുന്നതാണ് ലോ വാല്യൂ. ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് 0.7 to 1 എന്ന് പറയുന്ന ഇന്റർവെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റേഞ്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.7 ദാറ്റ് ഈക്വൽ ടു 0.3. ശരി, ഇനി നമുക്ക് എന്റെ ന്യൂ ലോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ ലോ വാല്യൂ ഈക്വൽ ടു ലോ എന്ന് പറഞ്ഞാൽ 0.7 പ്ലസ് റേഞ്ച് എന്ന് പറയുന്നത് 0.3 ഇൻറ്റു ലോ റേഞ്ച് ഓഫ് സിമ്പിൾ എന്ന് പറയുന്നത് നമ്മളിവിടെ എന്റെ പുതിയ സബ് റേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്റെ ലോ റേഞ്ച് എന്ന് പറയുന്നത് 0 0.7 തന്നെ വരും. ഇനി അതിന്റെ ന്യൂ ഹൈ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലോ ആണ്. ലോ വാല്യൂ എന്ന് പറയുന്നത് 0.7 പ്ലസ് റേഞ്ച് എന്ന് പറയുന്നത് 0.3 ഇൻറ്റു ഹൈ റേഞ്ച് ഓഫ് സിമ്പിൾ. നമ്മൾ എന്റെ ഹൈ റേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് 0.4 ആണ്. എന്തായാലും 0.82 എന്ന് വരും. ബിന്റെ പുതിയ ലോ വാല്യൂ ഹൈ വാല്യൂ കണ്ടുപിടിക്കാം. അവിടെ ഇക്വേഷൻ സെയിം ആണ്. ലോയിന്റെ വാല്യൂ റേഞ്ചിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0.7 പ്ലസ് 0.3 ഇൻറ്റു ബി എന്ന് പറയുന്ന സിമ്പിളിന്റെ ലോ റേഞ്ച് എന്ന് പറയുന്നത് ബി സിമ്പിളിന്റെ ലോ റേഞ്ച് 0.4 0.82 തന്നെ. ബിന്റെ ന്യൂ ഹൈ വാല്യൂ 0.7 പ്ലസ് 0.3 ഇൻറ്റു ബി എന്ന് പറയുന്ന സിമ്പിളിന്റെ ഹൈ റേഞ്ച് എന്ന് പറയുന്നത് 0.6 0.88 എന്ന് വരും. സിന്റെ ന്യൂ ലോ വാല്യൂ 0.7 പ്ലസ് 0.3 ഇൻറ്റു സിന്റെ ലോ റേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് 0.6 0.88. ഡി സിന്റെ ന്യൂ ഹൈ വാല്യൂ 0.7 പ്ലസ് 0.3 ഇൻറ്റു സി സിമ്പിളിന്റെ ഹൈ റേഞ്ച് വാല്യൂ 0.7 അത് ഈക്വൽ ടു 0.91 എന്ന് വരും. ഡിന്റെ ന്യൂ ഡി എന്ന് പറയുന്ന ലാസ്റ്റ് സിമ്പിൾ ആണ്. ഡി എന്ന് പറയുന്ന സിമ്പിളിന്റെ ന്യൂ ലോ വാല്യൂ എന്ന് പറയുന്നത്
പ്രീവിയസ് ക്യാരക്ടർ സിന്റെ ഹൈ വാല്യൂ തന്നെ ആയിരിക്കും നെക്സ്റ്റ് ക്യാരക്ടറിന്റെ ലോ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് 0.91 എന്ന് വരും. അതുപോലെ തന്നെ ഹൈ വാല്യൂ, ന്യൂ ഹൈ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ 0.7 to 1 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് നമുക്ക് എൻകോഡ് ചെയ്യാനുള്ള വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ക്യാരക്ടറിന്റെ സബ് റേഞ്ചിനെ നമ്മൾ പുതിയ ഇന്റർവെൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ആ പുതിയ ഇന്റർവെല്ലിൽ ആ തന്നിരിക്കുന്ന 4 സിമ്പിൾസിന്റെയും കറസ്പോണ്ടിങ് പുതിയ ലോ റേഞ്ച് സബ് റേഞ്ചും ലോ റേഞ്ചും ഹൈ റേഞ്ച് വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 0.7 to 1 എന്ന് പറയുന്ന ന്യൂ ഇന്റർവെല്ലിൽ നമ്മൾ കറസ്പോണ്ടിങ് സിമ്പിൾസിന്റെ സബ് റേഞ്ച് കണ്ടുപിടിച്ചു. ഫസ്റ്റ് വാല്യൂ നമുക്ക് വന്നത് 0.82, 0.88 and 0.91. 0.7 മുതൽ 0.82 വരെ ഉള്ളത് എന്റെ സബ് റേഞ്ച്, അടുത്തത് ബി, അടുത്ത 0.88 മുതൽ 0.91 വരെ സി, 0.91 മുതൽ 1 വരെ ഡി. സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 വന്നിട്ട് നമുക്ക് എൻകോഡ് ചെയ്യാനുള്ള മെസ്സേജിന്റെ സെക്കൻഡ് ലെറ്റർ എടുത്തു. നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എ ആണ് അല്ലെ. സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് എ. അതുകൊണ്ട് തന്നെ അത് ഹൈലൈറ്റ് ചെയ്യുക. സെക്കൻഡ് ലെറ്റർ എ ആയതുകൊണ്ട് എനെ ഹൈലൈറ്റ് ചെയ്യുക. എന്റെ സബ് റേഞ്ച് എന്ന് പറയുന്നത് പുതിയ ഇന്റർവെൽ ആയിട്ട് ചൂസ് ചെയ്യുക. എന്റെ സബ് റേഞ്ച് എന്ന് പറയുന്നത് 0.7 to 0.82 ആണ്. അപ്പൊ അതിന് പുതിയ ഇന്റർവെൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പുതിയ ഇന്റർവെലിനകത്ത് വരുന്ന ഈ 4 സിമ്പിൾസിന്റെയും പുതിയ സബ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ലോ വാല്യൂ എന്ന് പറയുന്നത് 0.7 ആണ്. then range equal to 0.82 minus 0.7, that is equal to 0.12. അപ്പൊ ആദ്യം എന്റെ എന്ത് ചെയ്യാം, പുതിയ ലോ റേഞ്ചും ഹൈ റേഞ്ചും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ. അപ്പൊ ന്യൂ ലോ വാല്യൂ ഈക്വൽ ടു ലോ വാല്യൂ എന്ന് പറയുന്നത് 0.7 ആണ്, പ്ലസ് റേഞ്ച് ഇൻറ്റു 0.12 ഇൻറ്റു സിമ്പിൾ എന്റെ ലോ റേഞ്ച്. എന്റെ ലോ റേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. That is equal to 0.7. The new high value equal to low plus range into symbol A in the high range value എന്ന് പറയുന്നത് 0.4. അതിന്റെ വാല്യൂ വരുന്നത് 0.748 എന്ന് വരും. നെക്സ്റ്റ് സിമ്പിൾ B in the new low value equal to low value plus range into symbol B in the low range എന്ന് പറയുന്നത് 0.4 ആണ്. That is equal to 0.74. എപ്പോഴും പ്രീവിയസ് സിമ്പിളിന്റെ ഹൈ റേഞ്ച് വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് സിമ്പിളിന്റെ ലോ റേഞ്ച് വാല്യൂ ആയിട്ട് വരുന്നത്. The new high value equal to 0.7 plus 0.12 into B ന്റെ ഹൈ റേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് 0.6 ആണ്. അതിന്റെ വാല്യൂ വരുന്നത് 0.772. The next character C ന്റെ new low value equal to 0.7 plus 0.12 into C ന്റെ low range value 0.6. 0.772 തന്നെ വരും. C ന്റെ new high range equal to 0.7 plus 0.12 into C ന്റെ high range value 0.7. അതിന്റെ വാല്യൂ വരുന്നത് 0.784. The last character D ന്റെ new low value എന്ന് പറയുന്നത് previous character C ന്റെ high value, അതായത് 0.784. and D ന്റെ new high value equal to
നമ്മൾ സെലക്ട് ചെയ്ത ഇന്റർവെൽ 0.7 മുതൽ 0.82 വരെയുള്ളതാണ്. ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 0.82 ഇതായിരിക്കും വരുന്നത്. സെലക്ട് ചെയ്ത ഇന്റർവെല്ലില് 0.7 to 0.82 ഇന്റർവെലാണ് എടുത്തത്. അപ്പോൾ അതിൽ 0.7 മുതൽ 0.748 വരെ എ, 0.748 മുതൽ 0.772 വരെ ബി, 0.772 മുതൽ 0.784 വരെ സി, ഡി എന്ന് പറയുന്നത് 0.784 to 0.82 വരെ ഡി. അപ്പൊ ഇതായിരിക്കും പുതിയ ആ ഇന്റർവെല്ലില് ഓരോ സിമ്പിൾസിന്റെയും സബ് റേഞ്ച് എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ 0.7 മുതൽ 0.82 വരെയുള്ള പുതിയ ഇന്റർവെല്ലില് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സിമ്പിൾസിന്റെ സബ് റേഞ്ച് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എൻകോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഡാഡ് ആയിരുന്നു. അതിന്റെ നെക്സ്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ കൺസിഡർ ചെയ്യാം അല്ലെ. ഇനി ഒരു ലെറ്ററും കൂടെ ഉള്ളു ഡി. അപ്പോൾ 0.7 to 0.82 ഇന്റർവെല് വീണ്ടും കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ലെറ്റർ ഡി ആയതുകൊണ്ട് ഡിനെ ഹൈലൈറ്റ് ചെയ്യുക. ഡിന്റെ സബ് റേഞ്ച് എന്ന് പറയുന്നത് 0.784 മുതൽ 0.82 വരെയാണ്. അത് ന്യൂ ഇന്റർവൽ ആയിട്ട് സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് എൻകോഡ് ചെയ്യാനുള്ള വേർഡ് ഡാഡ് എന്ന് പറയുന്ന വേർഡ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഉള്ള ഫൈനൽ ലെറ്റർ ആണ് ഡി. അപ്പൊ ആ ഫൈനൽ ലെറ്റർ വെച്ചിട്ടുള്ള പുതിയ ഇന്റർവൽ ആണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ ഈ പുതിയ ഇന്റർവെല്ലില് നമുക്ക് ഓരോ സിമ്പിൾസിന്റെ അല്ലെങ്കിൽ ഓരോ ABCD എന്ന് പറയുന്ന 4 സിമ്പിൾസിന്റെയും പുതിയ സബ് റേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ലാസ്റ്റ് ലെറ്ററിന്റെ ലെറ്റർ വെച്ചിട്ടുള്ള പുതിയ ഇന്റർവെൽ എന്താണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇപ്പൊ ആ ഇന്റർവെൽ നമുക്ക് ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ ഇന്റർവെൽ വെച്ചിട്ട് നമുക്ക് എൻകോഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടുന്ന ടാഗ് വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ടാഗ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫൈനൽ ആയിട്ട് വന്ന ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവെൽ വാല്യൂസിന്റെ ആവറേജ് എടുക്കുക. ദാറ്റ് ഈസ് 0.784 പ്ലസ് 0.82 ഹോൾ ഡിവൈഡഡ് ബൈ 2. അതാണ് ടാഗ് വാല്യൂ വരുന്നത്. And that is equal to 0.802. ഇതാണ് ടാഗ് വാല്യൂ വരുന്നത്. ഇനി എൻകോഡ് ചെയ്ത് കിട്ടിയ ഫൈനൽ ബിറ്റ് സ്ട്രീം ആണ് ടാഗ് വാല്യൂ. ട്രാൻസ്മിറ്റർ ഈ ടാഗ് വാല്യൂ അതിനോടൊപ്പം തന്നെ സിമ്പിള്, അതുപോലെ സിമ്പിൾസിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്, അതുപോലെ തന്നെ ആ മെസ്സേജിന്റെ ആ ടോട്ടൽ ലെങ്ത്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ട്രാൻസ്മിറ്റർ റിസീവറിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ായിട്ട് എങ്ങനെയാണ് ടാഗ് വാല്യൂവിൽ നിന്ന് ഒറിജിനൽ മെസ്സേജ് എങ്ങനെ റിക്കവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഡീകോഡിങ് എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്മിറ്റർ കമ്പ്യൂട്ട് ചെയ്ത ടാഗ് വാല്യൂ, എൻകോഡ് ചെയ്ത് കിട്ടിയ വാല്യൂ, അതുപോലെ തന്നെ ആ സിമ്പിൾസ്, അതുപോലെ സിമ്പിൾസിന്റെ പ്രോബബിലിറ്റീസ്, ആ മെസ്സേജിന്റെ ലെങ്ത്, ഇത്രയും കാര്യങ്ങളാണ് റിസീവറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് റിസീവർ എന്ത് ചെയ്യും, ആ സിമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യുന്നു, സിമ്പിൾസിന്റെ പ്രോബബിലിറ്റി വാല്യൂസ് ലിസ്റ്റ് ചെയ്യുന്നു. ആ പ്രോബബിലിറ്റി വെച്ചിട്ട് ഓരോ സിമ്പിളിന്റെ സബ് റേഞ്ച് എന്ന് പറയുന്നത് റിസീവറും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. ഡീകോഡിങ്ങിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിട്ടിയ ടാഗ് വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0.802 ആണ് കിട്ടിയ ടാഗ് വാല്യൂ. അപ്പൊ ആ ടാഗ് വാല്യൂവിനെ ബിറ്റ്വീൻ 0 to 1 എന്ന് പറയുന്ന ഇന്റർവെല്ലില് ആ ടാഗ് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 0.802. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നു. ആ ടാഗ് വാല്യൂ 0.802 എന്ന് പറയുന്നത് ഇതിനകത്ത് ഏത് സബ് റേഞ്ചിലാണ് വരുന്നതെന്ന് നമ്മൾ നോക്കുന്നു. 0.802 എന്ന് പറയുന്ന വാല്യൂ 0.7നും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ആ 0.7 to 1 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സിമ്പല് ഡി ആണ്. അപ്പൊ അതുകൊണ്ട് ആ ടാഗ് വാല്യൂവിന്റെ റേഞ്ച് വരുന്നത് ഈ ഡി എന്ന് പറയുന്ന സിമ്പലാണ് ആ ഒരു
റേഞ്ചിനകത്ത് അല്ലെങ്കിൽ ആ ടാഗ് വാല്യൂവിന്റെ വാല്യൂ ഉൾക്കൊള്ളുന്ന റേഞ്ച്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് ഡീകോഡ് ചെയ്യുന്നു? ആ ടാഗ് വാല്യൂ നിന്ന് കിട്ടിയ ക്യാരക്ടർ ഡി ആയിട്ട്, ഫസ്റ്റ് സിമ്പൽ എന്ന് പറയുന്നത് ഡി ആയിട്ട് ഡീകോഡ് ചെയ്യും. ഇനി ചെയ്യുന്നത് ആ ഡിന്റെ ഒറിജിനൽ സബ് റേഞ്ച് എത്രയാണെന്ന് നോക്കുന്നു. ഒറിജിനൽ സബ് റേഞ്ച് എന്ന് പറയുന്നത് 0.7 മുതൽ 1 വരെയുള്ളതാണ് ആ ഡി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒറിജിനൽ സബ് റേഞ്ച്. അപ്പൊ പുതിയ റേഞ്ച് ആയിട്ട് നമ്മൾ 0.7 മുതൽ 1 ആയിട്ടുള്ള ഫസ്റ്റ് ക്യാരക്ടർ ഡീകോഡ് ചെയ്ത് കിട്ടിയ സിമ്പലിന്റെ റേഞ്ച് നമ്മൾ എടുക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് നമ്മൾ ന്യൂ ടാഗ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. പുതിയ ടാഗ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഓൾഡ് ടാഗ് വാല്യൂ മൈനസ് ലോ ഡിവൈഡഡ് ബൈ റേഞ്ച് ആണ്. That is new tag equal to old tag value എന്ന് പറയുന്നത് ഇവിടെ 0.802 ആണ്. 0.802 മൈനസ് ഇവിടുത്തെ ലോ വാല്യൂ എന്ന് പറയുന്നത് 0.7 ആണ്. 0.7 ഡിവൈഡഡ് ബൈ റേഞ്ച് എന്ന് പറയുന്നത് 1 മൈനസ് 0.7. അപ്പൊ ഇതിന്റെ വാല്യൂ വരുന്നത് 0.34 ആണ് വരും. ഇനി ഫോർത്ത് സ്റ്റെപ്പ് നേരത്തെ ചെയ്ത പോലെ തന്നെ 0 to 1 ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. അതിലെ ടാഗ് വാല്യൂ 0.34 ആണ്. അപ്പൊ ആ 0.34 എന്ന് പറയുന്ന വാല്യൂ ഇതിനകത്ത് ഏത് സബ് റേഞ്ചിലാണ് വരുന്നതെന്ന് നോക്കുക. 0.34 എന്ന് പറയുന്ന വാല്യൂ 0 to 0.4 അല്ലെ, ആ ഒരു ഇന്റർവെലിനകത്താണ് വരുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പൽ എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ നെക്സ്റ്റ് ഡീകോഡഡ് സിമ്പൽ എന്ന് പറയുന്നത് എ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എ എന്ന് പറയുന്ന സിമ്പലിന്റെ റേഞ്ച്, അതായത് 0 to 0.4 എന്ന് പറയുന്ന റേഞ്ച് നെക്സ്റ്റ് പുതിയ ഇന്റർവെൽ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 വരുന്നത് വീണ്ടും എന്ത് ചെയ്യുക, പുതിയ ടാഗ് വാല്യൂ കണ്ടുപിടിക്കുക. ന്യൂ ടാഗ് വാല്യൂ ഈസ് ഈക്വൽ ടു ഓൾഡ് ടാഗ് വാല്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് ടാഗ് വാല്യൂ ഇവിടെ 0.34 ആണ് മൈനസ് ലോ എന്ന് പറയുന്നത് ഇവിടെ 0 ഡിവൈഡഡ് ബൈ റേഞ്ച് എന്ന് പറയുന്നത് 0.4 മൈനസ് 0. ദാറ്റ് ഈസ് 0.34 ഡിവൈഡഡ് ബൈ 0.4. അതിന്റെ വാല്യൂ വരുന്നത് 0.85 വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ആ ടാഗ് വാല്യൂവിനെ 0 to 1 എന്ന് പറയുന്ന ഇന്റർവെലിനെ ബിറ്റ്വീൻ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. ടാഗ് വാല്യൂ ഈക്വൽ ടു 0.85 ആണ് കിട്ടിയത്. നമ്മൾ നോക്കുന്നത് 0.85 എന്ന് പറയുന്ന ആ വാല്യൂ ഏത് സബ് റേഞ്ചിനകത്താണ് വരുന്നത് എന്ന് നോക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പല് ഡി. അപ്പൊ നെക്സ്റ്റ് സിമ്പൽ എന്ന് പറയുന്നത് ഡി വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടുന്നത് ആ ഡിന്റെ സബ് റേഞ്ച്, അതായത് 0.7 to 1 ആണ് ഒറിജിനൽ സബ് റേഞ്ച്. അതിനെ പുതിയ ഇന്റർവെൽ ആയിട്ട് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ ആൾറെഡി ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവറിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ആ സിമ്പിൾസിന്റെ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത്, ടാഗ് വാല്യൂ, നെക്സ്റ്റ് അതുപോലെ എത്ര ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ ലെങ്ത് എത്ര ആണെന്നുള്ളത് അല്ലെങ്കിൽ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ 3 ലെറ്റർ ആയിരിക്കും ഇവിടെ ഉള്ളതെന്നുള്ളത് റിസീവറിന് പിടികിട്ടും. നമ്മൾ ആദ്യം ഡീകോഡ് ചെയ്തെടുത്ത സിമ്പൽ ഡി ആണ്, നെക്സ്റ്റ് ഡീകോഡ് ചെയ്തെടുത്തത് എ, അത് കഴിഞ്ഞ് വീണ്ടും ഡീകോഡ് ചെയ്തെടുത്തത് ഡി. അപ്പൊ ആ ലെങ്ത് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡീകോഡിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒറിജിനൽ മെസ്സേജ് ഡാഡ് എന്ന് പറയുന്ന മെസ്സേജ് അരിത്മെറ്റിക് കോഡിംഗ് വഴി ഈ രീതിയിൽ ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും.